നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജമ്മു കാശ്മീരിൽ പാക് സായുധ സംഘത്തിന്റെ ആക്രമണം, സൈനികന് വീരമൃത്യു. നദിക്കടിയിൽ ലോറി ചെളിയിൽ പുതഞ്ഞ നിലയിൽ, അർജുനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിൽ. CMRL-ഉം എക്സാലോജിക്കുമായുള്ള വിവാദ ഇടപാടിനെ ന്യായീകരിച്ച സർക്കാർ. തലസ്ഥാനമായ തിരുവനന്തപുരം മാലിന്യക്കൂനയായി മാറിയെന്ന രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. യുക്രൈൻ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി മോദി, യുദ്ധം തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം. വാർത്തകൾ വിശദമായി. കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സൈനികന് വീരമൃത്യു. ഏറ്റുമുട്ടലിൽ മേജർ അടക്കം 4 സൈനികർക്ക് പരിക്കേറ്റതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഏറ്റുമുട്ടലിൽ ഒരു പാകിസ്ഥാൻ പൗരനെ സൈന്യം വധിച്ചു. കാർഗിൽ വിജയ് ദിവസത്തിൽ പാകിസ്ഥാന് ശക്തമായ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് അതിർത്തി മേഖലയിൽ വീണ്ടും ഏറ്റുമുട്ടലുണ്ടായത്. ഇന്ന് പുലർച്ചെ 2:30 കുപ്വാരയിലെ മാച്ചിൽ സെക്ടറിൽ നിയന്ത്രണ രേഖയിലെ കംകാരി പോസ്റ്റിന് സമീപം തീവ്രവാദികളെന്ന് സംശയിക്കുന്നവരുടെ നീക്കം സൈന്യം കണ്ടെത്തിയത്. കീഴടങ്ങാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയെങ്കിലും ഇവർ സൈനികർക്കു നേരെ വെടിയുതിർക്കുകയായിരുന്നു. രാവിലെ ആരംഭിച്ച ഏറ്റുമുട്ടൽ ഇപ്പോഴും മേഖലയിൽ പുരോഗമിക്കുകയാണ്. പരിക്കേറ്റ സൈനികരെ ശ്രീനഗറിലെ ആശുപത്രിയിലേക്ക് മാറ്റിയതായി സൈന്യം എക്സിലൂടെ അറിയിച്ചു. അതേസമയം നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സേനയ്ക്കെതിരെ ആക്രമണം നടത്തിയത് പാകിസ്ഥാൻ ബോർഡ് ആക്ഷൻ ടീമാണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ ഭീകരരും സായുധ കമാൻഡോകളും അടങ്ങുന്ന സംഘമാണിത്. നിലവിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പാകിസ്ഥാൻ പൗരൻ BAT അംഗമാണെന്നാണ് നിഗമനം. ആക്രമണത്തിൽ ഉൾപ്പെട്ട BAT സംഘത്തിൽ തീവ്രവാദ സംഘടനകളുമായി അടുത്ത് പ്രവർത്തിക്കുന്ന കമാൻഡോകൾ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്ന് സംശയിക്കുന്നതായും പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി കഴിഞ്ഞ ദിവസം കുപ്വാരയിലെ നിയന്ത്രണ രേഖ സന്ദർശിക്കുകയും സേനയുടെ തയ്യാറെടുപ്പ് അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണം നടന്നത്. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം 12ാം ദിവസത്തിലേക്ക് കടന്നതിനിടെ നിർണായക വിവരം പുറത്ത്. ഗംഗാവാലി പുഴയുടെ അടിയിൽ ഒരു ലോറി ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഐബോർഡ് പരിശോധനയിൽ കിട്ടിയ 4ാം സിഗ്നലാണ് ലോറിയുടേതെന്ന് സ്ഥിരീകരിച്ചതെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു. കരയിൽ നിന്ന് 132 മീറ്റർ അകലെ ചെളിയിൽ പുതഞ്ഞ നിലയിലാണ് ലോറിയുള്ളതെന്നാണ് നിഗമനം. ലോറിയിൽ മനുഷ്യ സാന്നിധ്യം ഉൾപ്പെടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കലക്ടർ പറഞ്ഞു. ലോറിയുടെ ക്യാബിൻ ഭാഗികമായി തകർന്ന നിലയിലാണെന്നും കലക്ടർ അറിയിച്ചു. അതേസമയം തിരച്ചിലിന് കുന്താപൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ സംഘത്തെ ജില്ലാ ഭരണകൂടം എത്തിച്ചു. കുന്താപൂരിലെ മത്സ്യത്തൊഴിലാളികളുടെ ഡൈവിംഗ് സംഘത്തെയാണ് സ്ഥലത്തെത്തിച്ചത്. 7 അംഗ സംഘമാണ് ഷീരൂരിലെത്തിയിരിക്കുന്നത്. ഈശ്വർ മൽപ്പയാണ് സംഘത്തലവൻ. എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി അർജുനായി തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പെൻഡൂൺ ബ്രിഡ്ജുകൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. രാജസ്ഥാനിൽ നിന്ന് സാങ്കേതിക സംഘം ഇന്നെത്തും. പ്രതികൂല കാലാവസ്ഥയിൽ തിരച്ചിൽ നടത്താൻ രാജ്യത്തെ ഏതെങ്കിലും സ്ഥലത്ത് നേവൽ സംഘത്തിന് കഴിയുമെങ്കിൽ അവരെ കൊണ്ടുവരണം. യോഗ തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അക്കാര്യം ഇന്നത്തെ ഉന്നതതല യോഗത്തിൽ അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. നദിയിലെ അടിയൊഴുക്ക് ഇന്നലെ 5.5 നോട്ട്സ് ആയിരുന്നു. 2 മുതൽ 3 നോട്ട്സ് വരെ ഒഴുക്കിൽ പുഴയിലിറങ്ങി പരിശോധിക്കാൻ നാവികസേന സംഘം സന്നദ്ധരാണ്. 3.5 നോട്ട്സ് ആണെങ്കിലും പരിശോധനയ്ക്ക് തയ്യാറാകും. അർജുനെ കണ്ടെത്താൻ സൈന്യത്തിന്റെ കൂടുതൽ സഹായം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. ആഴത്തിൽ ഡൈവ് ചെയ്ത് പരിശോധന നടത്താൻ കഴിയുന്ന നാവികരുടെ സേവനമാണ് മുഖ്യമന്ത്രി തേടിയത്. സദേൺ ഈസ്റ്റേൺ നേവൽ കമാൻഡുകളിൽ നിന്ന് കൂടുതൽ നേവി ഉദ്യോഗസ്ഥരെ സ്ഥലത്തെത്തിക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. ആധുനിക ഉപകരണങ്ങളും തിരച്ചിലിനായി കൊണ്ടുവരണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും മുഖ്യമന്ത്രി കത്തയച്ചു. നമ്മുടെ രാജ്യത്തെ ഏത് സംവിധാനവും ഈ രക്ഷാദൗത്യ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഇങ്ങോട്ട് കൊണ്ടുവരണം. യോഗത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അർജുൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഇവിടെ ദൗത്യ സംഘത്തിൻ്റെ പ്രവർത്തന ഘട്ടത്തിലൊന്ന് വരാനുള്ള അവസരം ഉണ്ടാകണമെന്ന് പലപ്പോഴും അവരെ തടയുന്നു എന്നുള്ള പ്രശ്നവും പറഞ്ഞിരുന്നു. അവർക്ക് വന്ന് മറ്റെന്തെങ്കിലും വൈദഗ്ധ്യമുള്ള സംഭാവനകളോ നിർദ്ദേശങ്ങളോ നൽകാനല്ല, പക്ഷേ അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് അറിയാലോ. ആ മാനസികാവസ്ഥയുടെ ഭാഗമായി അവർക്ക് ഇവിടെ വരണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. അപ്പം അതിന് സൗകര്യം ഒരുക്കാനുള്ള സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൊതുവെ ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി 3 പാസ് 3 പേർക്ക് നൽകാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചു. പിന്നെ പോലീസുമായി ചില വിഷയങ്ങളുണ്ടായിരുന്നു. പോലീസുമായിട്ടുണ്ടായിരുന്ന വിഷയങ്ങൾ പരിഹാരം കാണാൻ ആദ്യം ഞങ്ങൾ SP-യുമായി ചർച്ച ചെയ്തു. SP-യുമായി ചർച്ച ചെയ്തതിന് ശേഷം കുടുംബാംഗങ്ങളും SP-യും എല്ലാവരും ഒരുമിച്ചിരുന്നു. നിങ്ങൾ മാധ്യമപ്രവർത്തകരും ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്, അതുൾപ്പെടെ ചർച്ച ചെയ്തു.
അതും ഒരു പരിഹാരം കണ്ട് പോകാൻ എല്ലാവരും ഒരു ടീമായി നിന്ന് പോകുന്നത് പോലെ പോകണം എന്നുള്ളൊരു നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മീറ്റിങ്ങിലെടുത്ത തീരുമാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു പാന്തൂൺ കൊണ്ടുവരണമെന്നുള്ളത് ഉൾപ്പെടെ. അതിന് എല്ലാ ശ്രമവും ബന്ധപ്പെട്ടവർ നടത്തി. ഇന്ന് രാവിലെ ഒരു 10-10:30 അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പറ്റും എന്നാണ് ഇന്നലെ മീറ്റിങ്ങിൽ തീരുമാനിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞങ്ങൾ മീറ്റിംഗ് കൂടിയ ഘട്ടത്തിൽ അതിന് ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ എന്ത് തടസ്സമുണ്ടെങ്കിലും അത് നിർബന്ധമായും നമ്മൾ മീറ്റിങ്ങിലെടുത്ത തീരുമാനമാണ്. മീറ്റിങ്ങിലെടുത്ത തീരുമാനം നിർബന്ധമായും നടപ്പിലാക്കണം. അത് എന്ത് പ്രയാസമോ പ്രശ്നമുണ്ടെങ്കിലും എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ ഇടപെടണമെന്നുള്ള ഞങ്ങളുടെ അഭിപ്രായം അറിയിച്ചു. ജില്ലാ കളക്ടർ അവരെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇന്ന് രാത്രി ആ ടീം എത്താനുള്ള സംവിധാനം കളക്ടർ രാജസ്ഥാനിൽ നിന്നാണ് അവരുടെ ഒരു സംഘം വരേണ്ടത്, എത്തിക്കാം. അതിൽ മാറ്റം എടുത്ത തീരുമാനം നടപ്പിലാക്കുന്ന കാര്യത്തിൽ വീഴ്ച ഉണ്ടാകില്ല എന്ന് അതിൻ്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. നേവിയുമായി ഞങ്ങൾ സംസാരിച്ചിരുന്നു. നേവിയുമായി ഞങ്ങൾ രാവിലെ സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനും കർണാടക ഗവൺമെൻറ്റിനും നേവിയുടെ പ്രവർത്തനത്തിൽ കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം നടത്തണം എന്ന് അഭ്യർത്ഥിച്ചിരുന്നു. നേവിയുടെ മുങ്ങൽ സംഘം കൂടുതൽ വൈദഗ്ധ്യമുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ, നേവിയുടെ മറ്റ് ഇടപെടലുകൾക്ക് മറ്റ് സാധ്യതകൾ കൂടുതലുണ്ടെങ്കിൽ അതങ്ങനെ. നമ്മുടെ രാജ്യത്ത് നേവിയുടെ ബേസുകളിൽ ഏറ്റവും നന്നായി ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ ആ സംവിധാനങ്ങളെ കൂടി ഈ രക്ഷാദൗത്യ പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് ഇന്ന് ചർച്ച ചെയ്തു. ഇന്ന് നേവൽ സംഘമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നേവൽ ബേസ് ഏറ്റവും മികച്ച നിലയിൽ, ഇനി ഇതിലും നല്ല നിലയിൽ ഡൈവേഴ്സോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടെങ്കിൽ അത് ആലോചിച്ച് പറയാവുന്നതാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ചില മേഖലകളിലുള്ളവരുമായി സംസാരിച്ചു. അങ്ങനെ സംസാരിക്കുമ്പോൾ അതിൽ പ്രധാനമായും ഇവിടെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ മുങ്ങൽ സംഘമുണ്ട്. അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. അവരൊരു 8-അംഗ സംഘമുണ്ട്. ആ 8-അംഗ സംഘം അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട കലക്ടർ തന്നെ അക്കാര്യം പറയും. അവരെ കൂടി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാമെന്നുള്ളത് സൂചിപ്പിച്ചു. തലസ്ഥാനമായ തിരുവനന്തപുരം മാലിന്യക്കൂനിയായി മാറിയെന്ന രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. മറ്റ് തലസ്ഥാന നഗരങ്ങൾ കാഴ്ചക്കാരുടെ കണ്ണിന് വിരുന്നാകുമ്പോൾ കേരളത്തിന്റെ തലസ്ഥാന നഗരത്തിന്റെ അവസ്ഥ ശോചനീയമാണെന്നും സർക്കാരിന്റെ മൂക്കിന് താഴെയാണ് ഇത് നടക്കുന്നതെന്നും ജസ്റ്റിസുമാരായ ബെച്ചു കുര്യൻ തോമസ്, പി ഗോവിന്ദനാഥ് എന്നിവരുടെ ബെഞ്ച് വിമർശിച്ചു. ആമഴിയഞ്ചാൻ തോട് ശുചിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കടുത്ത വിമർശനങ്ങൾക്കാണ് തദ്ദേശ വകുപ്പും റെയിൽവേയും വിധേയമായത്. ആമഴിയഞ്ചാൻ തോടും പരിസരങ്ങളും സന്ദർശിച്ച അമിക്കസ് ക്യൂറി സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് വിശദമാക്കാനും കോടതി ബന്ധപ്പെട്ട കക്ഷികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാലിന്യം വലിച്ചെറിയുന്നതിൽ നിന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പരസ്യങ്ങൾ ടെലിവിഷൻ ചാനലുകൾ വഴി നൽകിക്കൂടെയെന്നും കോടതി ചോദിച്ചു. മാലിന്യം കനാലിലെത്തുന്നതിന് റെയിൽവേയും കോടതിയുടെ വിമർശനം ഏറ്റുവാങ്ങി. ആമഴിയഞ്ചാൻ തോട് തടസ്സങ്ങളില്ലാതെ ഒഴുകണം, അതിൽ മാലിന്യങ്ങൾ ഉണ്ടാകരുത്. എന്തൊക്കെ കാര്യങ്ങൾ ഇതിനായി ചെയ്തുവെന്നും വ്യക്തമാക്കണം. ഞങ്ങൾ ഓരോ കാര്യങ്ങളായി പരിശോധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാം, ഇവ കൊണ്ടുവന്ന് തള്ളുന്നത് എങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിലാണ് നടപടി വേണ്ടതെന്ന് കോടതി നിർദ്ദേശിച്ചു. ആമഴിയഞ്ചാൻ തോടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചുവെന്ന് കോടതിയിൽ ഹാജരായ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ശാരദ മുരളീധരൻ കോടതി അറിയിച്ചു. എല്ലാ വകുപ്പുകളെയും ബന്ധപ്പെട്ട ആവശ്യമായ കർമ്മപദ്ധതി രൂപീകരിക്കുകയും അതിനനുസരിച്ചുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും തദ്ദേശ വകുപ്പ് കോടതിയിൽ മറുപടി നൽകി. തങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. കനാലുകളിൽ മാലിന്യങ്ങൾ എത്തുന്നതിന് റെയിൽവേക്ക് വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം റെയിൽവേ ട്രാക്കുകളുടെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. റെയിൽവേയുടെ സ്ഥലത്ത് മറ്റാർക്കും കടന്നു ചെന്ന് വൃത്തിയാക്കാൻ പറ്റില്ല. തങ്ങളുടെ സ്ഥലം വൃത്തിയാക്കിയിടേണ്ടത് റെയിൽവേയുടെ ഉത്തരവാദിത്തമാണ്. റെയിൽവേയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങളുമായി താരതമ്യം ചെയ്താൽ വീടുകളിലെ മാലിന്യം 1% മാത്രമുള്ളൂ എന്നാണ് കോടതി പറഞ്ഞത്. വലപ്പാട് മണപ്പുറം കോപ്ടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ 20 കോടി തട്ടിയ സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രതിയായ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ധന്യ മോഹൻ 8 അക്കൗണ്ടുകളിലേക്കാണ് പണം മാറ്റിയതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ധന്യയുടെ 4 വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റും പോലീസ് പരിശോധിച്ചു. ഭർത്താവിന്റെ NRI അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. ധന്യ മോഹന്റെ പേരിൽ മാത്രം 5 അക്കൗണ്ടുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. ധന്യയുടെ അക്കൗണ്ടിലെ പണം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി.
ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കും. വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു തുക തട്ടിയതെന്നും പോലീസ് കണ്ടെത്തി. ധന്യയെ ഇന്ന് തൃശൂരിലെത്തിച്ച് പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇന്ന് കോടതിയിൽ ഹാജരാക്കി. തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നാണ് അന്വേഷണ സംഘം തേടുന്ന ഉത്തരം. ധന്യയുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകൾ മരവിപ്പിക്കാനും സ്വത്തുക്കൾ കണ്ടുകെട്ടാനുമുള്ള നടപടികൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. 5 കൊല്ലത്തിനിടെ ധന്യ 19.96 കോടി തട്ടിയെടുത്തെന്നാണ് പോലീസ് കണ്ടെത്തൽ. ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ്. വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിയായിരുന്നു തട്ടിപ്പ്. കൊല്ലം നെല്ലിമുക്ക് സ്വദേശിയായ ധന്യ വലപ്പാട്ട് ഓഫീസിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്നു. കരിമണൽ കമ്പനിയായ CMRLലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കിലുമായുള്ള വിവാദ ഇടപാടിനെ ന്യായീകരിച്ച് സർക്കാർ ഹൈക്കോടതിയിൽ. മാസപ്പടി ഇടപാടിനെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടുത്താനുള്ള ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ വാദിച്ചു. രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണ് പലതും. 2 കമ്പനികൾ തമ്മിലുള്ള സ്വകാര്യ ഇടപാടാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളതെന്നും കരാറിനെക്കുറിച്ച് ഇരു കമ്പനികൾക്കും പരാതിയില്ലെന്നും സർക്കാർ ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കി. അതേസമയം CMRLന് വഴിവിട്ട സഹായം ചെയ്തില്ലെന്ന് സർക്കാർ വാദം തെറ്റാണെന്ന് ഹർജിക്കാരനായ മാത്യു കുഴൽനാടനും വാദിച്ചു. ഹർജിയിൽ ജസ്റ്റിസ് K ബാബുവിന്റെ ബെഞ്ച് തിങ്കളാഴ്ച തുടർവാദം കേൾക്കും. CMRLന് വഴിവിട്ട സഹായം നൽകിയതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് ഹർജിക്കാരുടെ വാദം തെറ്റാണെന്ന് സർക്കാർ വാദിച്ചു. മുന്നിൽ വന്ന അപേക്ഷ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത്. കരിമണൽ കരാർ നൽകാൻ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് UDF സർക്കാരുകളാണ്. സ്വകാര്യ കമ്പനികൾക്ക് ഖനനാനുമതി നൽകിയതും UDF സർക്കാരിന്റെ കാലത്താണ്. CMRLും എക്സലോജിക്കും തമ്മിലുള്ളത് 2 സ്വകാര്യ കമ്പനികൾ തമ്മിലുള്ള കരാറാണ്. ഈ കരാറിനെക്കുറിച്ച് ഇരു കമ്പനികൾക്കും പരാതിയില്ല. എക്സലോജിക് സേവനം നൽകിയില്ലെന്ന് CMRL എവിടെയും പരാതി പറഞ്ഞിട്ടില്ല. എന്ത് സേവനമാണ് എന്നത് അറിയില്ലെന്ന് മാത്രമാണ് ചില ജീവനക്കാർ ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയതെന്നും സർക്കാരിനു വേണ്ടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ വാദിച്ചു. ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലിൽ പിഴവുണ്ടെന്ന് മറ്റൊരു അപ്പലൈറ്റ് അതോറിറ്റി ഇതുവരെ പരിശോധിച്ചിട്ടില്ല. മാസപ്പടി ഇടപാടിൽ സർക്കാരിനെ ബന്ധപ്പെടുത്താനുള്ള ഒന്നുമില്ലെന്നും വിജിലൻസ് അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ സർക്കാർ വാദങ്ങൾ മാത്യു കുഴൽനാടൻ തള്ളി. CMRLന് വഴിവിട്ട സഹായം നൽകിയിട്ടില്ലെന്ന വാദം തെറ്റാണ്. അനധികൃതമായി CMRL കൈവശം വെച്ചിട്ടുള്ള ഭൂമി തിരിച്ചെടുക്കാനുള്ള നടപടികൾ ജില്ലാ കലക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെന്നും കുഴൽനാടൻ വാദിച്ചു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന കുഴൽനാടന്റെ ആവശ്യം തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരം മേയറുമായുള്ള തർക്കത്തെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട KSRTC ഡ്രൈവർ യദു ഹൈക്കോടതിയെ സമീപിച്ചു. ഒന്നുകിൽ തിരിച്ചെടുക്കണം അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. സംഭവമുണ്ടായി 3 മാസം പിന്നിട്ടിട്ടും കേസിലെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. ഓവർടേക്ക് ചെയ്യാൻ അനുവദിക്കാതെ യദു അശ്ലീലാംഗ്യം കാണിച്ചെന്ന് ആരോപിച്ചാണ് ബസ് തടഞ്ഞു നിർത്തി മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇരു കൂട്ടരും പരസ്പരം ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. അശ്ലീലാംഗ്യം കാണിച്ച് മോശമായി പെരുമാറിയെന്ന മേയറുടെ പരാതിയിൽ കണ്ടോൺമെന്റ് പോലീസ് ആദ്യം കേസെടുത്തു. ബസ് തടഞ്ഞ് ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്ന യദുവിന്റെ പരാതിയിൽ മ്യൂസിയം പോലീസും പിന്നീട് കോടതി നിയമപ്രകാരം കേസെടുത്തു. ഇതിനിടെയാണ് കേസിലെ നിർണായക തെളിവായ ബസ്സിനുള്ളിലെ CCTVയുടെ മെമ്മറി കാർഡ് കാണാനില്ലെന്ന് വിവരം പുറത്തുവന്നത്. ഇതിൽ തമ്പാനൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആ കേസിലെ അന്വേഷണവും ഒന്നുമായില്ല. താൽക്കാലിക ഡ്രൈവറായ യദുവിനെ പിന്നെ KSRTCയും ജോലിക്ക് വിളിച്ചില്ല. അച്ഛനും അമ്മയും 3 വയസ്സുള്ള കുഞ്ഞുമടക്കം കഴിയുന്ന കുടുംബം പട്ടിണിയിലായി. ഇതോടെയാണ് യദു ഹൈക്കോടതിയിലെത്തിയത്. താൽക്കാലിക ജോലിയാണെങ്കിലും സെക്യൂരിറ്റിയായി 10,000 രൂപ യദു KSRTCയിൽ നൽകിയിട്ടുണ്ട്. ഇത് തിരികെ നൽകി പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകാൻ കഴിയില്ലെന്നാണ് യദുവിന്റെ ഹർജിയിൽ പറയുന്നത്. അതേസമയം താൽക്കാലിക ജീവനക്കാരനായ യദുവിനെ മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ സാങ്കേതിക തടസ്സമില്ലെന്നാണ് KSRTC വിശദീകരണം. അപ്പോഴും വിവാദത്തിനു ശേഷം എന്തുകൊണ്ട് യദുവിനെ തിരിച്ചു വിളിച്ചില്ല എന്നതിൽ കൃത്യമായി മറുപടിയില്ല. തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ തനിക്കെതിരെ വധശ്രമമുണ്ടായ പെൻസിൽവേനിയയിലെ ബട്ട്ലർ പട്ടണത്തിൽ വീണ്ടും റാലി നടത്തുമെന്ന് പ്രഖ്യാപിച്ച് US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പെൻസിൽവേനിയയിലെ ബട്ട്ലറിലേക്ക് ഞാൻ മടങ്ങിച്ചെന്ന് വലുതും സുന്ദരവുമായ റാലി സംഘടിപ്പിക്കുമെന്ന് സ്വന്തം സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് കുറിച്ചു. എന്നാൽ റാലിയുടെ തീയതി വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ജൂലൈ 14 പ്രാദേശിക സമയം വൈകിട്ട് 6:15 തിരഞ്ഞെടുപ്പ് റാലി പ്രസംഗിച്ചുകൊണ്ടിരിക്കെയാണ് ഡൊണാൾഡ് ട്രംപ് വധശ്രമത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ട്രംപിന്റെ വലതു ചെവിയുടെ മുകൾ ഭാഗത്ത് മുറിവേൽപ്പിച്ചുകൊണ്ട് വെടിയുണ്ട കടന്നുപോയി. അദ്ദേഹത്തിന് പിന്നിലായ വേദിയിലുണ്ടായിരുന്ന അനുയായിയായ കോറി കോംപ്റ്റർ വെടിയേറ്റു മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു.
വേദിയിൽ നിന്ന് 140 മീറ്റർ അകലെ കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് ട്രംപിന് നേരെ 4 തവണ വെടിയുതിർത്ത തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സംഘങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ വെടിവെച്ചു കൊന്നു. അതേസമയം കമല ഹാരിസിന്റെ നാമനിർദ്ദേശ നടപടികൾക്കായി ഡെമോക്രാറ്റിക് പാർട്ടി പുതിയ ചട്ടങ്ങൾ കൊണ്ടുവന്നു. ഓഗസ്റ്റ് 1 മുതൽ ഡെലിഗേറ്റ് വോട്ടെടുപ്പ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആരെന്ന കാര്യത്തിൽ ഓഗസ്റ്റ് 7 മുൻപ് തീരുമാനമായേക്കും. ഇതിനിടെ ട്രംപും കമലയും തമ്മിലുള്ള സംവാദത്തിന് ആതിഥേയരാകാൻ താൽപര്യം പ്രകടിപ്പിച്ച ഫോക്സ് ന്യൂസ് ചാനൽ സെപ്റ്റംബർ 17 തീയതി കുറിച്ചു. പങ്കെടുക്കുമെന്ന് കമലയുടെ ഉറപ്പ് കൂടി ലഭിച്ചാൽ ആദ്യ സംവാദം അന്ന് നടക്കും. കമല ഹാരിസിനേക്കാൾ 2% പോയിന്റിന്റെ ലീഡ് ഡൊണാൾഡ് ട്രംപിനുണ്ടെന്ന് പുതിയ സർവേ ഫലവും പുറത്തുവന്നു. വിദേശ സഹകരണത്തിന്റെ ചുമതല ഡോക്ടർ കെ വാസുകിക്ക് നൽകിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും. ഭരണഘടനയിൽ നിശ്ചയിച്ചിരുന്ന അധികാരപരിധി ലംഘിച്ചുള്ള കൈകടത്തൽ സംസ്ഥാനങ്ങൾ നടത്തരുതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞതിനു പിന്നാലെ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും രംഗത്തെത്തി. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റുള്ളവരും നടത്തുന്ന വിദേശയാത്രകൾക്ക് സാധ്യതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഭരണഘടനാ വിരുദ്ധമായ നടപടി കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുന്നില്ലെന്നും മുരളീധരൻ പറഞ്ഞു. സർക്കാർ ഉത്തരവിലെ വിദേശ സഹകരണം എന്ന വാക്കുതന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭരണഘടനയിലെ വകുപ്പുകൾ ആരെങ്കിലും പറഞ്ഞിട്ട് നടപ്പാക്കേണ്ട കാര്യമല്ലെന്നും മുരളീധരൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞാലേ അത് പാലിക്കൂ എന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണ്. ഓരോ കാര്യങ്ങളും ആരൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് ഭരണഘടനയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അത് പാലിക്കേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കുമുണ്ട്. ഇത്തരത്തിൽ നിയമനം നടത്തുന്നത് ശരിയാണോ എന്ന് കേന്ദ്ര സർക്കാരിനോട് എഴുതി ചോദിക്കണമായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി കേന്ദ്ര അനുമതി കൂടാതെ ഒരു ചർച്ചയും നടത്താൻ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടന അനുമതി നൽകുന്നില്ല. വിദേശ പ്രതിനിധികൾക്ക് ഇവിടെ വരാം, സംസാരിച്ചിട്ട് പോകാം. അതിനപ്പുറം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വിദേശകാര്യ വകുപ്പിന്റെ അനുമതി വേണം. ഒരു വിദേശ രാജ്യവും സംസ്ഥാനങ്ങളുമായി കരാർ ഒപ്പിടില്ല. അതിന് പരമാധികാര രാഷ്ട്രത്തിന്റെ ഗ്യാരണ്ടി വേണം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. വിദേശ സഹകരണം എന്ന വാക്കു തന്നെ തെറ്റിദ്ധാരണാജനകമാണ്. ഇന്ത്യക്കാരായുള്ള ആളുകൾ രാജ്യത്തേക്ക് വരുന്നതും ലോക കേരള സഭ നടത്തുന്നതും തെറ്റല്ല. അത് ഇന്ത്യൻ പൗരന്മാരായുള്ള ബന്ധമാണ്. അതിന് വിദേശ സഹകരണം എന്ന വാക്കല്ല ഉപയോഗിക്കേണ്ടത്. സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ഉപാധിയല്ലെന്നും മുരളീധരൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റിൽ യുക്രൈൻ സന്ദർശിച്ചേക്കുമെന്ന റിപ്പോർട്ട്. ടൈംസ് നൗ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയേക്കും. റഷ്യൻ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ യുക്രൈനിലേക്ക് പോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഓഗസ്റ്റ് 23 മോദിയുടെ സന്ദർശനം. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ശേഷമുള്ള മോദിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനമായിരിക്കും ഇത്. ജൂലൈയിലാണ് മോദി റഷ്യ സന്ദർശിച്ചത്. റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തുകയും അദ്ദേഹത്തിന്റെ അത്താഴവിരുന്നിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. നിരപരാധികളായ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത് ഹൃദയഭേദകമാണെന്ന് പുടിനോട് സന്ദർശനത്തിനിടെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഏതുവിധത്തിലും സഹകരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും സമാധാന ചർച്ചകളെക്കുറിച്ച് പുടിൻ പറഞ്ഞ വാക്കുകൾ പ്രതീക്ഷ നൽകുന്നതായി മോദി പ്രതികരിച്ചു. എന്നാൽ മോദിയുടെ റഷ്യൻ സന്ദർശനത്തെ സെലൻസ്കി രൂക്ഷമായി വിമർശിച്ചിരുന്നു. യുക്രൈനിലെ കുട്ടികളുടെ ഏറ്റവും വലിയ ആശുപത്രിയടക്കം തകർത്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തിനിടെ മോദി റഷ്യ സന്ദർശിച്ചപ്പോഴാണ് വിമർശനമുണ്ടായത്. റഷ്യ ആക്രമണം നടത്തിയ അതേ ദിവസം മോദി റഷ്യ സന്ദർശിച്ചത് വലിയ നിരാശയും സമാധാന ശ്രമങ്ങൾക്ക് വിനാശകരമായ പ്രഹരവുമാണ് ഉണ്ടാക്കിയതെന്നാണ് സെലൻസ്കി വിമർശിച്ചത്. കേന്ദ്ര ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരായ സംസ്ഥാന സർക്കാരിന്റെ നറേറ്റീവിന് പ്രതിപക്ഷം കുടപിടിക്കുകയാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. എൽ.ഡി.എഫിന്റെ ഏക തുറുപ്പുചീട്ട് കേന്ദ്ര അവഗണനയാണ്. അതിന് വളം വെച്ചു കൊടുക്കുന്ന പ്രതിപക്ഷമാണ് ഇവിടെയുള്ളതെന്നും പ്രളയ ദുരന്തത്തിന് കേരളത്തിന് അനുവദിച്ച തുക ഇതുവരെ സർക്കാർ ചിലവഴിച്ചിട്ടില്ല. ഇത് പ്രതിപക്ഷ നേതാവിന് അറിയാമോ എന്നും കെ. സുരേന്ദ്രൻ ചോദിച്ചു. കേരളം എവിടെയാണ് അവഗണിക്കപ്പെടുന്നതെന്ന തുറന്ന സംവാദത്തിന് UDF, LDF നേതാക്കൾ തയ്യാറെടുക്കുന്നുണ്ടോ എന്നും അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ ആരാഞ്ഞു. സംസ്ഥാനത്ത് LDFും UDFും വ്യാജ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നട്ടാൽ മുളയ്ക്കാത്ത നുണകളാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കേരളത്തിലെ MP-മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമീപകാല ചരിത്രത്തിലൊന്നും ലഭിച്ചിട്ടില്ലാത്ത അത്രയും ബജറ്റ് വിഹിതമാണ് ഈ വർഷത്തെ ബജറ്റിൽ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത്. UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലവും
NDA ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെയും ബജറ്റുകൾ നോക്കിയാൽ UPA ഗവൺമെൻറ്റിൻ്റെ 10 വർഷക്കാലത്തെ തികഞ്ഞ അവഗണനയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷം വലിയ പുരോഗതിയാണ് ബജറ്റ് വിഹിതങ്ങളുടെ കാര്യത്തിൽ കേരളത്തിനുണ്ടായത്. കഴിഞ്ഞ 10 വർഷത്തെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുകയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം നീക്കിവച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3200 കോടി രൂപയിലധികം രൂപ ടാക്സ് ഷെയറിൽ മാത്രം, നികുതി ഇനത്തിൽ മാത്രം കേരളത്തിന് അധികം ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 21,000 ശിഷ്ടം കോടി രൂപയാണ് ടാക്സ് വിഹിതമായിട്ട് കേരളത്തിന് കിട്ടിയതെങ്കിൽ ഇത്തവണ മാറ്റിവച്ചിരിക്കുന്നത് 24,300 കോടി രൂപയാണ്. 3000-ലധികം കോടി രൂപ നേരിട്ടുള്ള നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ തന്നെ വർധനവുണ്ടായിരിക്കുന്നു. ഏതെങ്കിലും ഒരു ബജറ്റിൽ കേരളത്തിൽ 3100 ശിഷ്ടം കോടി രൂപ ഒരു വർഷത്തേക്ക് തന്നിട്ടുണ്ടോ? എന്താണ് കേരളം അവഗണിക്കപ്പെട്ടു എന്ന് പറയാനുള്ള അടിസ്ഥാനപരമായ കാരണം? കേരളത്തിൻ്റെ പേര് പരാമർശിച്ചില്ലെന്നുള്ളത് കൊണ്ടാണോ? എന്തുമാത്രം ബാലിശമായ ഒരു ആരോപണമാണിത്. കേരള ധനകാര്യമന്ത്രി ബാലഗോപാൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളും പരാമർശിക്കാറുണ്ടോ? ചിലപ്പോൾ വയനാടിന് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും, ചിലപ്പോൾ ആലപ്പുഴയ്ക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും, ചിലപ്പോൾ ഇടുക്കിക്ക് എന്തെങ്കിലും പ്രഖ്യാപിച്ചേക്കും. 14 ജില്ലകളെയും പേരെടുത്ത് പറഞ്ഞിട്ട് ഇതെന്താ അക്ഷരശ്ലോകമാണോ ബജറ്റ് അവതരണം എന്ന് പറയുന്നത്? അന്താക്ഷരിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെയും പേര് പറഞ്ഞുകൊണ്ട് ബജറ്റ് അവതരിപ്പിക്കാൻ? ഇവിടെ എനിക്ക് UDF നേതാക്കന്മാരോടാണ് ചോദിക്കാനുള്ളത്. ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു UDF നേതൃത്വം നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. നോക്കൂ, നിങ്ങൾ LDFൻ്റെ ഏക അത്താണി എന്ന് പറയുന്നത്, LDFൻ്റെ അവസാനത്തെ തുരുപ്പുചീട്ട് എന്ന് പറയുന്നത് ഈ കേന്ദ്ര അവഗണന എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയതിനു ശേഷം പിണറായി വിജയനും സംഘവും തിരിച്ചു വരാൻ വേണ്ടി നടത്തുന്ന ഏക തുരുപ്പുചീട്ട് ഈ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നുള്ള വിഷയമാണ്. അതിന് വളം വെച്ച് കൊടുക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവല്ലേ ഇവിടെ ഉള്ളത്? 18 കോൺഗ്രസ് MPമാരല്ലേ ഇവിടെ ഉള്ളത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പിയ CPMനും മുഖ്യമന്ത്രിക്കും ഒരു ഉച്ഛ്വാസവായു കൊടുക്കുന്ന സമീപനമല്ലേ പ്രതിപക്ഷം ചെയ്യുന്നത്? ഇത് ഭരണകക്ഷിയുടെ നെറേറ്റീവാണ്. കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഞങ്ങളല്ല, കേന്ദ്രമാണ് എന്നുള്ളത് ഭരണകക്ഷിയുടെ ഒരു വാദമാണ്. കേരളത്തിൽ പിണറായി വിജയൻ പിടിച്ചു നിൽക്കുന്നത് അതിൻ്റെ പേരിലാണ്. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ കാരണമല്ല ഇവിടുത്തെ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, ഇവിടെ കടക്കെണി വർദ്ധിച്ചിരിക്കുന്നത്, ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്, ഇവിടെ ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നത്, ഇവിടെ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നത്, KSRTC പൂട്ടിപ്പോകുന്നത്, ഇതിനെല്ലാം കാരണം ഞങ്ങളല്ല, മോദിയാണ്. മിസ്റ്റർ VD സതീശൻ, താങ്കളുടെ തലയിൽ കളിമണ്ണാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ? നോക്ക്, എന്തുകൊണ്ടാണ് ലോക്സഭയിലേക്ക് UDF ജയിക്കുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDF ജയിക്കുന്നത്? ഈ ഒണ്ണാക്കൻ പ്രതിപക്ഷ നേതാവും ഈ മണ്ടത്തരം അവരാവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു ന്യായമാണ്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു. ബീഹാറിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കുള്ള വിവേചന ബുദ്ധിയെങ്കിലും VD സതീശനും സംഘവും കാണിക്കണം. ഈ പ്രതിപക്ഷ നേതാവിനും കേരളത്തിലെ 18 MPമാർക്കും ഞാൻ അവരോട് ചാലഞ്ച് ചെയ്ത് ചോദിക്കുന്നു, കഴിഞ്ഞ 10 വർഷത്തെയും അതിനു മുമ്പുള്ള UPയുടെ 10 വർഷത്തെയും എല്ലാ ബജറ്റുകളും വെച്ച് നോക്കിയാൽ ഈ വർഷത്തെ ബജറ്റിലാണ് ഏറ്റവും കൂടുതൽ വിഹിതം കിട്ടിയിരിക്കുന്നത്. ഈ ബജറ്റിൽ എവിടെയാണ് കേരളം അവഗണിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായ ഒരു സംവാദത്തിന് ഞാൻ LDF UDF നേതാക്കളെ വെല്ലുവിളിക്കുകയാണ്. മുഖ്യമന്ത്രി ആയാലും പ്രതിപക്ഷ നേതായാലും വരട്ടെ, ഈ ബജറ്റിൽ എന്താണ് കേരളത്തെ അവഗണിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു തുറന്ന സംവാദത്തിന് ധൈര്യമുണ്ടോ? ഞങ്ങൾ റെഡിയാണ്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.